Hi dear students. കുറച്ച് വലുത് വേണ്ടി ബോറായി. എല്ലാ എക്സാംസിലും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ഒരു സെഷനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എല്ലാ എക്സാംസിനും 100% ഷുവറായിട്ട് പറയാം ഈ ടോപ്പിക് ഉണ്ടാവും, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? നമ്മുടെ ഹാലജൻ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ഹാലജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ഒബ്വിയസ്ലി ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺ, ഹാലജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺ ഹാലജന്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കും. സോ ഹാലജൻ എന്ത് വരും? സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജും കാർബൺ സ്ലൈറ്റ്ലി എന്ത് ചാർജും വരും? പോസിറ്റീവ് ചാർജും വരും. കറക്റ്റ് അല്ലേ? ഇതോട്ട് നമ്മളൊരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യാണ്. എന്താ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽസ് ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. അവർ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ സ്ഥലത്ത്, ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പോൾ വിശപ്പുള്ള ഒരാൾ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അതേപോലെ ഇത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. റെപ്രസെന്റ് ചെയ്യുന്നത് Nu-. ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. അയാൾ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ സെന്റേഴ്സിൽ പോയി അറ്റാക്ക് ചെയ്യും. ഇവിടെ എവിടെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? ഈ കാർബണിലാണ്. കാര്യം കാർബൺ എന്ത് ചാർജ്? പോസിറ്റീവ്. ഈ പോസിറ്റീവ് ചാർജ് കാർബൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇലക്ട്രോൺ ഡെഫിഷ്യൻ എന്നല്ലേ? സോ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കാർബൺ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ കാർബൺ എത്ര ബോണ്ട് വരും? 5 ബോണ്ട്. ഓൾറെഡി കാർബൺ 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ബോണ്ടും കൂടി വരുമ്പോൾ 5 ബോണ്ട് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ഒരു ടെട്രാ വാലന്റ് ആണ്. 4 ബോണ്ടേ കാർബൺ വരാൻ പാടുള്ളൂ. ഇപ്പൊ ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എത്ര ബോണ്ട് വരും? 5 ബോണ്ട് വരും. അതൊരിക്കലും പോസിബിൾ അല്ല. സോ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഹാലജൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ശരിയല്ലേ? അപ്പൊ കാർബൺ എത്ര ബോണ്ട് വരും? 4 ബോണ്ട് വരും. 1 2 3 4. അപ്പൊ ഇവിടുന്ന് ന്യൂക്ലിയോഫൈൽ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോവും? ഹാലജൻ ഇറങ്ങിപ്പോവും. ശരിയല്ലേ? ഈ പ്രോസസ്സിന്റെ, ഈ ഫിനോമിനയുടെ പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഈ റിയാക്ഷന്റെ പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ആരെ റിപ്ലേസ് ചെയ്തു? CXനെ, ഹാലജനെ റിപ്ലേസ് ചെയ്തു. ഓക്കെ, ഒരു റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണമെങ്കിൽ ഏത് ചാർജാണ് ഉള്ളിൽ കയറുന്നത് ആ ചാർജ് തന്നെ ഇറങ്ങിപ്പോണം. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫുട്ബോൾ ഗെയിംസിൽ ഒരു ഫോർവേഡ് കളിക്കുന്ന ഒരു പ്ലെയറിന് പരിക്ക് പറ്റിയാൽ അയാൾ പോയിട്ട് ഫോർവേഡ് കളിക്കുന്ന പ്ലെയർ തന്നെ വരണം. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഞാൻ കെമിസ്ട്രി എടുക്കുകയാണ്, ഞാൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് മാത്സ് സാർ വന്നാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അത് റിപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കെമിസ്ട്രി സാർ പോയിട്ട് വേറൊരു കെമിസ്ട്രി സാർ തന്നെ വന്നാൽ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാൾ ഉള്ളിൽ കയറിയിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇനി ആരാണ് ഈ റിയാക്ഷൻ ചെയ്തു വെക്കുന്നത്? ന്യൂക്ലിയോഫൈലിൽ ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ റിയാക്ഷന്റെ പേര് എന്ത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫൈല് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മീനിങ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 ടൈപ്പാണ്. SN1 റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ എന്ന് പറയുന്ന ഒരു റിയാക്ഷനും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ എന്ന് പറയുന്ന റിയാക്ഷനും ഉണ്ട്. സോ നമുക്കത് രണ്ടും ഒന്ന് കാണാം. സോ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SN2 റിയാക്ഷൻ ആണ്. SN1 SN2 ഉണ്ട്. SN2 ആദ്യം ഡിസ്കസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടി ഈസി. SN2 റിയാക്ഷൻ. Now what is the full form of SN2 reaction? Substitution nucleophilic bimolecular. SN2 substitution nucleophilic bimolecular. SN2 കാണിക്കാൻ ഏറ്റവും താല്പര്യം കൂടുതൽ പ്രൈമറി ആൽക്കൽ ഹലൈഡ്സ് ആണ്. SN2 കാണിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രൈമറി ആൽക്കൽ ഹലൈഡ്സ് ആണ്. Now what is primary alkyl halides means? ഹാലജൻ അറ്റാച്ച് ചെയ്ത sp3 കാർബൺ വേറെ ഒരു കാർബണെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇതാണ് പ്രൈമറി ആൽക്കൽ ഹലൈഡ്സ്. വീണ്ടും ഞാൻ ആവർത്തിക്കാം. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്താൽ they are known as primary alkyl halides. Whereas ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ 2 കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ
they are known as secondary alkyl halides. Same way, halogen attach ചെയ്ത കാർബൺ വേറെ 3 കാർബണിൽ 1, 2 and 3 3 കാർബണിൽ അറ്റാച്ച് ചെയ്യാൻ they are known as tertiary alkyl halides. ഓക്കെ, സോ SN2 കാണിക്കുന്ന ഏറ്റവും കൂടുതൽ താല്പര്യം ആർക്കാണ്? പ്രൈമറി ആൽക്കൽ ഹലൈഡ്സിനാണ്. അതിനേക്കാളും കുറവ് സെക്കൻഡറിക്ക്, ഏറ്റവും കുറവ് ടെറിഷറിക്ക്. ടെറിഷറിക്കാണ് ഏറ്റവും താല്പര്യം കുറവ്. അത് എന്തുകൊണ്ടാണെന്ന് ലാസ്റ്റ് പറയാം നമുക്ക്. ഓക്കെ, പ്രൈമറിക്കാണ് SN2 കാണിക്കാൻ താല്പര്യം കൂടുതൽ. സോ ഞാൻ പ്രൈമറി വെച്ച് തന്നെ SN2 മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ വി ക്യാൻ കൺസിഡർ പ്രൈമറി ആൽക്കൽ ഹലൈഡ്. പ്രൈമറി ആൽക്കൽ ഹലൈഡ്, ദാറ്റ് ഈസ് ഹാലജൻ അറ്റാച്ച് കാർബൺ. ലെറ്റ് ദ ഹാലജൻ ബി അയഡിൻ. സോ അയഡിൻ അറ്റാച്ച് കാർബൺ ഇസ് അറ്റാച്ച്ഡ് ടു only one other carbon atom. Iodine attach ചെയ്ത കാർബൺ വേറെ ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ദിസ് ഇസ് നോൺ ആസ് പ്രൈമറി ആൽക്കൽ ഹലൈഡ്. അറിയാലോ നിങ്ങൾക്ക് ഇപ്പോൾ. ഇവിടെ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ആരാണ്? അയഡിൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ദ ബോണ്ടഡ് ഇലക്ട്രോൺ വിൽ മൂവ് ടുവേർഡ്സ് അയഡിൻ, മേക്കിംഗ് അയഡിൻ സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജ്, കാർബൺ സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ? ഇതിലോട്ട് ഞാൻ ന്യൂക്ലിയർ ഫയൽ ആഡ് ചെയ്യാണ്. വാട്ട് ആർ ന്യൂക്ലിയർ ഫയൽ? നെഗറ്റീവ് ചാർജ് സ്പീഷീസ്, ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ലെറ്റ് ദ ന്യൂക്ലിയർ ഫയൽ ബി OH മൈനസ്. ഓക്കെ, OH മൈനസ് ആണ് ന്യൂക്ലിയർ ഫയൽ. ഈ ന്യൂക്ലിയർ ഫയൽ എവിടെ പോയി അറ്റാക്ക് ചെയ്യണം? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ സ്ഥലത്ത്. ഇലക്ട്രോൺ ഉള്ള ആൾ എപ്പോഴും ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലത്തേ പോയി അറ്റാക്ക് ചെയ്യുള്ളൂ. സെയിം വേ OH മൈനസ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി ദർ ഇസ് എ നെഗറ്റീവ് ചാർജ് ഹിയർ. ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ്, ഈ വരുന്ന നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. സോ ഈ നെഗറ്റീവ് ചാർജ് എവിടെ പോയി അറ്റാക്ക് ചെയ്യണം? ബാക്കിലൂടെ പോയിട്ട് വേണം. ബാക്കിലൂടെ പോയിട്ടാണ് കാർബൺ അറ്റാക്ക് ചെയ്യണത്. ഓക്കെ അല്ലേ? സോ ഈ നെഗറ്റീവ് ചാർജ് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. ബട്ട് ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് എ നെഗറ്റീവ് ചാർജ് വിച്ച് വിൽ റിപ്പൽ ദിസ് ന്യൂക്ലിയർ ഫയൽ. ഈ ന്യൂക്ലിയർ ഫയലിനെ റിപ്പൽ ചെയ്യും. സോ ഈ ന്യൂക്ലിയർ ഫയൽ ബാക്കിലൂടെ പോയി അറ്റാക്ക് ചെയ്യും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ പ്രൈമറി ആൽക്കൽ ഹലൈഡിലുള്ള പോസിറ്റീവ് ചാർജ് കാർബണ് നമ്മുടെ ന്യൂക്ലിയർ ഫയൽ, ആരാ ന്യൂക്ലിയർ ഫയൽ? OH മൈനസ്. ഈ ന്യൂക്ലിയർ ഫയല് ബാക്കിലൂടെ പോയി അറ്റാക്ക് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് എ സ്ലോ സ്റ്റെപ്പ്. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കണേ. എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ സ്ലോ ആയിട്ട് നടക്കാൻ കാരണം? ബാക്കിലൂടെ ഒക്കെ പോയി അറ്റാക്ക് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കും. സോ ദ റിയാക്ഷൻ ഇസ് വെരി സ്ലോ. റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ വെരി സ്ലോ സ്റ്റെപ്സ്. ഓക്കെ, ഇറ്റ്സ് എ സ്ലോ റിയാക്ഷൻ. ഈ ആൾ ബാക്കിലൂടെ പോയി അറ്റാക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എൻ ഇന്റർമീഡിയറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾക്കൊരു ഇന്റർമീഡിയറ്റ് കിട്ടും. എങ്ങനെയാണ് ഇന്റർമീഡിയറ്റ്? CH ഈ കാർബണിലോട്ട് ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാർബണിലോട്ട് ഈ OH ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡോട്ടഡ് ലൈൻ. അതേ സമയത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളിൽ കയറുമ്പോൾ ആരിറങ്ങിപ്പോണം? അവിടെ ഓൾറെഡി ഉള്ള നെഗറ്റീവ് ചാർജ് ഇറങ്ങിപ്പോണ്ടേ. സോ ദിസ് അയഡിൻ വിൽ എന്ത് ചെയ്യും? അയഡിൻ അവിടെ ലീവ് ചെയ്യാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ലീവ് ചെയ്യാണ്. സോ ഇത് രണ്ടും ഡോട്ടഡ് ലൈൻസ് ആയിരിക്കണം. ഇത് ഫോം ചെയ്യുന്നു, ഇത് ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് there are 2 more ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്പീഷീസ് കിട്ടും. ദിസ് ഇസ് ഹൈലി അൺസ്റ്റേബിൾ. എന്തുകൊണ്ടാണ് ഹൈലി അൺസ്റ്റേബിൾ ആകാൻ കാരണം? ബിക്കോസ് കാർബണിൽ എത്ര ബോണ്ട് ഉണ്ട്? 5 ബോണ്ട്. സ്റ്റേബിൾ ആകണമെങ്കിൽ ഒരു കാർബണിൽ എത്ര ബോണ്ട് വേണം? 4 ബോണ്ടേ പറ്റുള്ളൂ. ഈ കാർബണിൽ 5 ബോണ്ട്. സോ ദിസ് ഇസ് അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ്. ഓക്കെ അല്ലേ? ഇത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് എപ്പോഴും സ്റ്റേബിൾ ആകാനല്ലേ എല്ലാവരും ശ്രമിക്കുക. നമ്മളൊക്കെ ശ്രമിക്കണത് എന്താ? സ്റ്റേബിൾ ആകാൻ വേണ്ടി. ഇത് അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിനെ സ്റ്റേബിൾ ആകണം. സ്റ്റേബിൾ ആകാൻ വേണ്ടി ആയി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. ഞാനിവിടെ എഴുതാം. CH3HOH പ്ലസ് ഇവിടെ നിന്ന് ആര് പോയി? I മൈനസ്. ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. വിട്ടുപോണ ആളുടെ പേരാണ് ലീവിംഗ് ഗ്രൂപ്പ് പോയി. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നൗ നമുക്കൊന്ന് വായിക്കാം. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഞാൻ പറഞ്ഞു. പ്രൈമറിക്കാണ് ഏറ്റവും താല്പര്യം കൂടുതൽ, ടെറിഷറിക്ക് ഏറ്റവും കുറവ്. എന്തുകൊണ്ട് ടെറിഷറിക്ക് കുറവെന്ന് ലാസ്റ്റ് പറയാം. ഇനി റേറ്റ് ഡിറ്റർമിനിങ് സ്ലോ സ്റ്റെപ്പ് കണ്ടെയ്ൻ 2 സ്പീഷീസ്. നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു റിയാക്ഷന്റെ സ്പീഡ് നിശ്ചയിക്കുന്ന ഏത് സ്റ്റെപ്പാണ്? സ്ലോ സ്റ്റെപ്പാണോ ഫാസ്റ്റ് സ്റ്റെപ്പാണോ? സ്ലോ സ്റ്റെപ്പ്. സ്ലോ സ്റ്റെപ്പിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? 2 പേര് പങ്കെടുക്കുന്നില്ലേ? പ്രൈമറി ആൽക്കൽ ഹലൈഡും ന്യൂക്ലിയർ ഫയലും. അതുകൊണ്ട് അതിന്റെ പേര് SN2 ബൈമോളിക്കുലർ. 2 പേര് സ്ലോ സ്റ്റെപ്പിൽ 2 പേര് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പേര് SN2 റിയാക്ഷൻ 2 ബൈമോളിക്കുലർ. ഇനി ഇത് എത്ര സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്? സിംഗിൾ സ്റ്റെപ്പാണ്? 2 സ്റ്റെപ്പാണ്? 1 സ്റ്റെപ്പിലാണോ നടക്കുന്നത്? 2 സ്റ്റെപ്പിലാണോ നടക്കുന്നത്? 1 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. കാരണം സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. കാരണം നമ്മുടെ ഇന്റർമീഡിയറ്റ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ 1 സ്റ്റെപ്പായിട്ടേ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. സ്ലോ സ്റ്റെപ്പ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. സപ്പോസ് ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പും കൗണ്ട് ചെയ്യും.
അപ്പോൾ 2 സ്റ്റെപ്പ് ആയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇന്റർമീഡിയറ്റ് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൗണ്ട് ചെയ്യില്ല. സോ ഇറ്റ്സ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. And the last and final point, only one product is formed and that product is inverted product. എന്താണ് ഈ പ്രോസസ്, എന്താ പരിപാടി, എന്താ ഇവിടെ നെഗറ്റീവ് ചാർജ് എവിടെയായിരുന്നു, ഫ്രണ്ടിലായിരുന്നു, ശരിയല്ലേ? പുതിയതായിട്ട് വന്ന നെഗറ്റീവ് ചാർജ് ആരാണ്? പുതിയതായിട്ട് വന്ന നെഗറ്റീവ് ചാർജ് OH അല്ലേ? OH എവിടെയാണ്? ബാക്കിലല്ലേ? അപ്പോൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് ഇപ്പോൾ തിരിഞ്ഞ് എന്തായി, ബാക്കിലായി മാറി. പുതിയ നെഗറ്റീവ് ചാർജ് ബാക്കിലായി, തിരിഞ്ഞു. തിരിയുക എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻവേർട്ടഡ്. സോ ദ പ്രോഡക്റ്റ് ഇസ് ഇൻവേർട്ടഡ് പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഈ തിരിയുന്നതിന് ഒരു പേരുണ്ട്, വാൽഡൻ ഇൻവേർഷൻ എന്നാണ് പറയുക, വാൽഡൻ ഇൻവേർഷൻ. ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് SN2 റിയാക്ഷൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്. ഓക്കെ, നൗ ടെർഷ്യറിക്ക് എന്തുകൊണ്ടാണ് താല്പര്യം കുറവ്, അടുത്ത വീഡിയോയിൽ ഉണ്ടാവും.